എല്ലാ ശ്രദ്ധയും ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്കാണ്. കാരണം ഇപ്പോൾ വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിലാണ് ഉള്ളത്. ചിലർ അവിടേക്ക് എത്തുന്നു, റവാഡ ചന്ദ്രശേഖർ എത്തുന്നു. മാത്രമല്ല അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ പ്രധാനപ്പെട്ട ഒരു ദൂത് എത്തിക്കുകയാണോ ഇപ്പോൾ രമേശുമായി ഏറ്റവും അടുത്തേക്കുന്ന എം എൽ എമാർ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി, അതുപോലെ തന്നെ അൻവർ സാദത്ത്, ചെന്നിത്തല പക്ഷത്തെ 3 എം എൽ എമാർ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സംസാരിക്കാം. അതിലേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തെങ്കിലും ചർച്ചയായോ? അല്ല, അത്രയും കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല സാർ. വിജയമായിക്കൊണ്ട് നമുക്ക് അതിനെ വിശദാംശപ്പെടുത്തി പിന്നീട് സംസാരിക്കാൻ പറഞ്ഞ അതിലേക്ക്. അതെ അതെ, താങ്ക് യു. TS ഹരികൃഷ്ണ വിവരങ്ങളുമായുണ്ട്. നോക്കൂ, ഭരണത്തിന്റെ മാറ്റം അതിൻ്റേതനുസരിച്ച് ഉദ്യോഗസ്ഥലത്തിലെ വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുകയാണ്. എനിക്ക് പണി കിട്ടുമോ, ഇവിടെ ആളുകളെയൊക്കെ മാറ്റുമോ എന്ന തോന്നൽ പലയിടത്തും, പല ഡിപ്പാർട്ട്മെന്റിലും കുറച്ച് ദിവസമായി ഇങ്ങനെ കറങ്ങുകയാണ്. വലിയ ചർച്ചകളാണ് വാട്സപ്പിലടക്കം. അതേസമയം തന്നെ ഇപ്പോൾ ആരൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തും എന്നടക്കമുള്ള വലിയ ഉദ്വേഗകരമായ വലിയ പ്രതീക്ഷയോടുകൂടി പലരും കാത്തിരിക്കുന്ന സമയം TS ഹരീഷുണ്ട്. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ എത്തി. അതൊരു ഔദ്യോഗിക തലത്തിലെ ഒരു സ്വാഭാവികമാണ്. നിയുക്ത മുഖ്യമന്ത്രിയെ നേരത്തെ കമ്മീഷൻ കണ്ടിരുന്നു, ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കാണുകയാണ്. അതിനൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള പ്രധാനപ്പെട്ട 3 എം.എൽ.എ മാർ, അവർ അവിടേക്ക് എത്തിയതിന് രാഷ്ട്രീയമായി എന്തെങ്കിലും പുതിയ പ്രാധാന്യമുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ രാഷ്ട്രീയമായി ചില പ്രാധാന്യങ്ങൾ, വലിയ പ്രാധാന്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ അതൃപ്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ഇതുവരെ ചിത്രത്തിൽ വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നതുവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന 3 പേരാണ് അൻവർ സാദത്തും ജ്യോതികുമാർ ചാമക്കാലയും ഒപ്പം തന്നെ അബിൻ വർക്കിയും. ഈ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്നാണ് അവിടെ വീട്ടിലുള്ളവർ പറയുന്നത്. അദ്ദേഹം ഗുരുവായൂർ പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരു തരത്തിലും ഒരു പ്രതികരണത്തിന് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തവുമാണ്. പക്ഷേ അതിനി എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യം വരാനിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് വരികയാണെങ്കിൽ സ്ഥിതി അങ്ങനെയല്ല. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടെയുണ്ട്. അദ്ദേഹം KPCC-യിൽ പോയതിനു ശേഷം അദ്ദേഹം അല്പസമയം മുമ്പ് AK ആന്റണിയെ കണ്ടു, VM സുധീരനെ കണ്ടു, മുതിർന്ന നേതാക്കളൊക്കെ കണ്ടതിന് ശേഷം അല്പസമയം മുമ്പാണ് അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയത്. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ 3 പേരും, ജ്യോതികുമാർ ചാമക്കാലയും അബിൻ വർക്കിയും ഒപ്പം അൻവർ സാദത്ത്, ഈ 3 പേരും ഇവിടേക്ക് എത്തുന്നതും നിയുക്ത മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. ഇറങ്ങുമ്പോൾ അവരുടെ പ്രതികരണം ചോദിക്കുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം അത് തന്നെയായിരിക്കും. പക്ഷേ അതിൽ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. മാത്രമല്ല മറ്റു ചിലർ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദൂത് ആ കാര്യത്തിൽ ഉണ്ടാവുമോ? അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അവരത് മാധ്യമങ്ങളോട് തുറന്നു പറയും എന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ അങ്ങനെ ഒരു ദൂത് ഒരു പക്ഷേ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ ദൂത് എത്തിയതിന് ശേഷം ആ ദൂത് എത്തിയതിന് ശേഷമുള്ള മറുപടി അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടായിരിക്കും ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ചിത്രത്തിൽ വരാത്തത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം.